എല്ലാവർക്കും നമസ്കാരം. സൂര്യവംശ രാജാവായ ദശരഥ മഹാരാജാവ് അയോധ്യയെ തലസ്ഥാനമാക്കി കോസല രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം. വസിഷ്ഠ മഹർഷിയായിരുന്നു രാജാവിൻ്റെ കുലഗുരു. സുമന്ത്രർ മുതലായ 8 മന്ത്രിമാരുടെ സഹകരണത്തോടുകൂടി രാജാവ് നാട് ഐശ്വര്യസമ്പൂർണമാക്കി തീർത്തു. അദ്ദേഹത്തിന് കൗസല്യ എന്ന ഭാര്യയിൽ ശാന്ത എന്നൊരു പുത്രി ജനിച്ചു. അതിനുശേഷം വളരെ കാലമായിട്ടും ദശരഥന് പുത്രസന്താനങ്ങൾ ഒന്നും ഉണ്ടായില്ല. അന്നൊരിക്കൽ ദശരഥൻ്റെ ഒരു ആത്മസുഹൃത്തും സതീർത്ഥ്യനും അംഗരാജ്യത്തെ രാജാവുമായ ലോമപാദൻ അയോധ്യയിൽ വന്നു. അംഗരാജാവിന് സന്താനങ്ങളില്ലായിരുന്നു. രാജപുത്രിയായ ശാന്തയെ അംഗരാജാവ് യാചിച്ചു. അപേക്ഷകരെ നിരാശരാക്കുക ശരിയല്ലെന്ന് കണ്ട ദശരഥൻ ശാന്തയെ ലോമപാദന് ദത്തുപുത്രിയായി സമർപ്പണം ചെയ്തു. അംഗരാജ്യത്തിൽ മഴ പെയ്യിച്ച ഋഷ്യശൃംഗമുനിക്ക് ലോമപാദൻ ശാന്തയെ വിവാഹം കഴിച്ചു കൊടുത്തു. ആ പുത്രത്വം പരിഹരിക്കുന്നതിനു വേണ്ടി ദശരഥ മഹാരാജാവ് പിന്നീട് കേകയ രാജപുത്രിയായ കൈകേയിയെയും കാശി രാജാവിൻ്റെ പുത്രിയായ സുമിത്രയെയും കൂടി പരിഗ്രഹിച്ചു. എന്നാൽ വളരെ കാലം കാത്തിരുന്നിട്ടും മൂവർക്കും സന്താനങ്ങളൊന്നും ജനിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ദശരഥൻ മൃഗയാ വിനോദത്തിനു വേണ്ടി വനത്തിൽ ബഹുദൂരം സഞ്ചരിച്ചു. നേരം രാത്രിയായി. അദ്ദേഹം സരയൂ നദീതീരത്ത് വിശ്രമിക്കുമ്പോൾ നദിയിൽ ഒരു ആന ജലം കുടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം കേട്ടു. അത് ഒരു മുനികുമാരൻ തൻ്റെ അന്ധരായ വൃദ്ധ മാതാപിതാക്കൾക്ക് വേണ്ടി കുടത്തിൽ ജലം നിറയ്ക്കുന്നതാണെന്ന് മനസ്സിലാക്കാതെ രാജാവ് ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് അസ്ത്രമയച്ചു. അസ്ത്രം തറച്ചയുടനെ മുനികുമാരൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് നിലത്ത് വീണുരുണ്ടു. മുനികുമാരൻ്റെ കരച്ചിൽ കേട്ട രാജാവിന് തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. അവിടേക്ക് ഓടിച്ചെന്നു. മരണമടുത്ത ആ മുനികുമാരൻ രാജാവിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. വൃദ്ധരായ തൻ്റെ മാതാപിതാക്കൾ, കാഴ്ചശക്തിയില്ലാത്ത അവർ കുടിലിൽ താൻ ജലം കൊണ്ടു ചെല്ലുന്നത് കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ശേഷം ആ മുനികുമാരൻ മരിച്ചു. കുമാരൻ്റെ വാക്കുകൾ ഓർത്ത് വളരെയധികം ദുഃഖത്തോടുകൂടി രാജാവ് തന്നെ കുടത്തിൽ ജലം നിറച്ച് മുനികുമാരൻ്റെ വൃദ്ധ മാതാപിതാക്കളെ സമീപിച്ചു. അന്ധരായിരുന്ന അവർ രാജാവിൻ്റെ കാൽപ്പെരുമാറ്റം കേട്ട് സ്വപുത്രൻ വന്നു എന്ന് കരുതി. രാജാവ് വിവരമെല്ലാം വേദനയോടുകൂടി അറിയിച്ചു. നീയും വാർദ്ധക്യത്തിൽ പുത്രവിയോഗം കൊണ്ട് മരിക്കട്ടെ എന്ന് ദശരഥനെ ശപിച്ച ശേഷം മുനി പ്രാണത്യാഗം ചെയ്തു. ദശരഥൻ മുനിയെയും മുനികുമാരനെയും ഒരു ചിതയിൽ ദഹിപ്പിച്ചു. മുനിയുടെ ഭാര്യയും ആ ചിതയിൽ ചാടി മരിച്ചു. ദുഃഖിതനായ രാജാവ് അയോധ്യയിലേക്ക് തിരികെ പോന്നു. ദശരഥന് മുനിശാപം കിട്ടിയത് വസിഷ്ഠനും സുമന്ത്രനും മാത്രം അറിഞ്ഞു. ശാപം ദുഃഖം നിറഞ്ഞതാണെങ്കിലും ദശരഥന് വീണ്ടും സന്താനം ജനിക്കുമെന്നുള്ള സുഖകരമായ ഒരു സൂചനയും ആ ശാപത്തിൽ അടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഋഷ്യശൃംഗ മഹർഷിയെ വിളിച്ച് പുത്രകാമേഷ്ടി എന്ന യാഗം നടത്തുവാൻ വസിഷ്ഠൻ ഉപദേശിച്ചു. അതനുസരിച്ച് ദശരഥൻ സ്വപുത്രിയായ ശാന്തയെയും ജാമാതാവായ ഋഷ്യശൃംഗനെയും അയോധ്യയിൽ വരുത്തി യാഗം ആരംഭിച്ചു. ഋഷ്യശൃംഗൻ ദിവ്യമായ പുത്രകാമന്ത്രം ജപിച്ച് യാഗാഗ്നിയിൽ ഹോമദ്രവ്യം അർപ്പിച്ചു തുടങ്ങി. ഒരു ദിവ്യപുരുഷൻ യാഗാഗ്നിയിൽ നിന്നും ഉയർന്നു വന്നു. ദേവാമൃതമായ പായസം നിറഞ്ഞ ഒരു കനകപാത്രം ഋഷ്യശൃംഗൻ്റെ മുമ്പിൽ നിക്ഷേപിച്ച ശേഷം ദിവ്യപുരുഷൻ യാഗാഗ്നിയിൽ തന്നെ മറഞ്ഞു. ഋഷ്യശൃംഗനാകട്ടെ ആ കനകപാത്രം മന്ത്രജപത്തോടുകൂടി ദശരഥനെ ഏൽപ്പിച്ചു. മഹർഷി നിർദ്ദേശിച്ച രീതിയിൽ ദശരഥൻ പായസം പകുത്ത് കൗസല്യയ്ക്കും കൈകേയിക്കും കൊടുത്തു. അവർ ഓരോ അംശം സുമിത്രയ്ക്കും കൊടുത്തു. മഹാറാണിമാർ മൂവരും ഗർഭവതികളായി. ഗർഭം പൂർണ്ണമായപ്പോൾ കൗസല്യയും കൈകേയിയും ഓരോ പുത്രനെയും, സുമിത്ര 2 പുത്രന്മാരെയും പ്രസവിച്ചു. കൗസല്യാപുത്രന് രാമനെന്നും കൈകേയി പുത്രന് ഭരതനെന്നും സുമിത്രാപുത്രന്മാർക്ക് ലക്ഷ്മണനെന്നും ശത്രുഘ്നെന്നും നാമകരണം ചെയ്തു. രാമൻ്റെയും സഹോദരന്മാരുടെയും ജനനകഥ വാത്മീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.